ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു സെറ്റ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂചിക്കോതമ്പ് വെച്ചൊരു പായസമാണ്. കുക്കറിനകത്ത് വെച്ച് സൂചിക്കോതമ്പ് ഒന്ന് വേവിക്കാൻ പോവുകയാണ്. സൂചിക്കോതമ്പ് വേവുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഒന്ന് പാനി കാച്ച. അങ്ങനെ നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി സൂചിക്കോതമ്പ് നല്ല അത്യാവശ്യം വെന്തു. നമ്മളത് ഉരുളിക്കകത്താക്കി അടുപ്പിനകത്ത് വെച്ചേക്കാണ്. ശർക്കര പാനി കാച്ചത് ഇതിനകത്ത് എടുത്ത് ഒഴിച്ചു. നമ്മൾ ചൗവരി ഇടുകയാണ്. അങ്ങനെ നമ്മുടെ സേമിയ വറക്കാൻ വേണ്ടി ഇച്ചിരി നെയ്യ് ഒഴിച്ചതാണ്. നമ്മുടെ സേമിയ വറുത്തത് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ പശുവും പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പായസം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലാതെ അടി പിടിക്കും. നമ്മളിപ്പം ശർക്കര പാനി കാച്ചതിനകത്ത് നമ്മളിട്ട് ഇങ്ങനെ വേവിക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ശകലം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറക്കാൻ വേണ്ടി നെയ്യ് ഒഴിക്കുകയാണ്. നമ്മൾ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുകയാണ്. ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കപ്പലിൻ്റെയും തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയും കൂടെ നെയ്ക്കകത്ത് വറുത്തത് നമ്മൾ ഇടാൻ പോവുകയാണ്. പായസം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മളിതിരി കരിയാപ്പല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്.
ഒരു ശകലം പാലൂടെ ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.